ഹായ് ഓൾ. സോ എയിംസിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടോ? ശരിക്കും MBBS BDS കോഴ്സുകളിലേക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBS നോക്കുന്നവർക്ക് ശരിക്കും ഓൾ ഇന്ത്യ കൗൺസിലിംഗിന് വഴി MCC നടത്തുന്ന കൗൺസിലിംഗ് വഴിയാണ് സീറ്റ് അലൊക്കേഷൻ വന്നിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് രജിസ്ട്രേഷന്റെ യാതൊരുവിധ ആവശ്യങ്ങളുമില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. MBBS ആണെങ്കിൽ എയിംസിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഇല്ല. ഓൾ ഇന്ത്യ കൗൺസിലിംഗിന് ശേഷം ആയിരിക്കും നിങ്ങളുടെ സീറ്റിനുള്ള റാങ്ക് പട്ടിക വന്നതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ബാക്കി പ്രൊസീജിയറെല്ലാം വരിക. ഇത് ആക്ച്വലി ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് നമ്മുടെ നഴ്സിംഗ് കോഴ്സുകളെ കുറിച്ചും, ഹോണേഴ്സ് നഴ്സിംഗ് കോഴ്സ്, പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സ്, അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസ്. വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും എയിംസിലുള്ളത്. നഴ്സിംഗ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ ഇന്ത്യയിലെ തന്നെ വിവിധ എയിംസുകളിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിക്കുള്ള എൻട്രൻസ് എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഔട്ട് ആയിരുന്നു. അത് കുറച്ച് പേരൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത് അറിയാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ വീഡിയോയുടെ ഉദ്ദേശം. സോ BSc നഴ്സിംഗ് ഹോണേഴ്സ് കോഴ്സിലേക്കും പോസ്റ്റ് ബേസിക് കോഴ്സിലേക്കും പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും എൻട്രൻസ് എക്സാം വഴിയാണ് എയിംസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പം പ്രധാനമായും എയിംസ് ന്യൂഡൽഹിയും അതേപോലെ തന്നെ ബാക്കി നമ്മുടെ ഇന്ത്യയിലുള്ള 12ഓളം എയിംസുകളിലേക്കുള്ള എൻട്രൻസ് എക്സാം ആണ്, കോമൺ എൻട്രൻസ് എക്സാം ആണ് ശരിക്കും ഇവിടെ നടത്തുക. അവിടെ BSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം സെപ്പറേറ്റും പാരാമെഡിക്കൽ എൻട്രൻസ് എക്സാം സെപ്പറേറ്റും ആയിട്ടായിരിക്കും നടത്തുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇവിടെ എയിംസിന്റെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷന്റെ ലിങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രജിസ്ട്രേഷൻ കോഡ് ജനറേറ്റ് ചെയ്തതിനു ശേഷം രജിസ്ട്രേഷൻ ചെയ്യുക. ഫീസ് വരുന്നത് 2000 രൂപയാണ് ശരിക്കും ഒരു ആപ്ലിക്കന്റിനെ സംബന്ധിച്ചിടത്തോളം. ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള 2000 റുപ്പീസ് ആണ്. OBC ആണെങ്കിലും OBC NCയിലാണെങ്കിലും 2000 തന്നെയാണ്. SC/STക്ക് 1600ഉം EWS കാറ്റഗറിക്ക് 1600ഉം ആണ് ശരിക്കും അവിടുത്തെ ഫീസ് വരുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എക്സാം ആണ്. എൻട്രൻസ് എക്സാമിനേഷന്റെ സമയവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. എപ്പോഴൊക്കെയാണ് എൻട്രൻസ് എക്സാം എന്നുള്ള കാര്യം പ്രോസ്പെക്ട്സിൽ വ്യക്തമായി പറയുന്നുണ്ട്. എപ്പോഴും ഏതൊരു എൻട്രൻസ് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ പ്രോസ്പെക്ട്സ് കൃത്യമായി വായിക്കണം. ഇപ്പൊ നമ്മുടെ ബേസിക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. April 4 വരെയാണ് അതിന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ കോഡ് ജനറേഷൻ ഓഫ് കോഡ് ഫോർ ഫൈനൽ രജിസ്ട്രേഷൻ 12 April 4, 2024 5 മണി വരെയാണ് സമയമുള്ളത്. അപ്പം അവർ പറയുന്നുണ്ട് പ്രത്യേകം നേരത്തെ തന്നെ, ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർ നേരത്തെ തന്നെ രജിസ്റ്റർ. ഈ ഒരു കാലയളവിൽ തന്നെ ഏപ്രിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഡൊക്കെ ജനറേറ്റ് ചെയ്ത് വെക്കുക. എക്സാമിനായിട്ട് അവർ സമയം പറയുന്നത് BSc ഹോണേഴ്സ് നഴ്സിംഗ് അതിന്റെ എക്സാം വരുന്നത് 8th June ആണ്. June 8 എക്സാം. പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സുകളിലേക്കുമുള്ള എക്സാം വരുന്നത് 22nd June ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BSc ഹോണേഴ്സ് നഴ്സിംഗ് 4 വർഷ കോഴ്സിലേക്ക് ശരിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ മാത്രമേ എയിംസ് അപേക്ഷ ക്ഷണിക്കുന്നുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതേസമയം പോസ്റ്റ് ബേസിക് കോഴ്സ് എന്ന് പറയുമ്പോൾ 2 വർഷത്തെ കോഴ്സാണ്. അങ്ങോട്ടും അതോടെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. മറ്റേത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഹോണേഴ്സ് നഴ്സിംഗ് എയിംസിൽ, ദാറ്റ് ഈസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലുള്ളൂ. അത് ശ്രദ്ധിക്കണം. അപ്പം അതിന്റെ എക്സാം ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഇവിടെ നോക്കുക, പോസ്റ്റ് ബേസിക് കോഴ്സിന്റെ കാര്യങ്ങളും അസസ്മെന്റും ഇന്റർവ്യൂ എല്ലാം വ്യക്തമായിട്ട് അവർ പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നറിയുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോണേഴ്സ് നഴ്സിംഗ് കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, പോസ്റ്റ് ബേസിക് കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അറിയേണ്ടത് നമ്മുടെ ബാക്കിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ്. ഒപ്റ്റോമെട്രി ആയിക്കോട്ടെ, മെഡിക്കൽ റേഡിയോ തെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബാച്ചുലർ ഓഫ് ഒപ്റ്റോമെട്രി, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജ് ടെക്നോളജി, ഇമാജിൻ ടെക്നോളജി, ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ്, ഡെന്റൽ ഹൈജീൻ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, അതുപോലെ മെഡിക്കൽ ഡയാലിസിസ് തെറാപ്പി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഇങ്ങനെ പല കോഴ്സുകൾ പല എയിംസുകളിലായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഡൽഹി എയിംസ് നോക്കുകയാണെങ്കിൽ അവിടെ ഒപ്റ്റോമെട്രിയും MRI യും ദാറ്റ് ഈസ് ഡെന്റൽ അസിസ്റ്റന്റും പിന്നെ DH ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഇത്രയും കോഴ്സുകളാണ് പാരാമെഡിക്കൽ വിഭാഗത്തിൽ ശരിക്കും ഡൽഹിയിൽ അവൈലബിൾ ആയിട്ടുള്ള. പിന്നെ ഹോണേഴ്സ് നഴ്സിംഗ് കോഴ്സും ഡൽഹിയിലുണ്ട്. ബാക്കി എയിംസിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ പ്രോസ്പെക്ട്സിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം വിവിധ തരത്തിലുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾ നോക്കി പാരാമെഡിക്കൽ കോഴ്സസിന് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ BSc നഴ്സിംഗിനും ചെയ്യുക. പല എയിംസുകളിലും പല കോഴ്സുകൾ നിങ്ങൾക്ക്, പല ലബോറട്ടറി കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം BSc ഹോണേഴ്സ് നഴ്സിംഗ് കോഴ്സ് ആണ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഉള്ളിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, പാരാമെഡിക്കൽ സീറ്റുകളുടെ എണ്ണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ടോട്ടൽ 217 ഓൾ ഇന്ത്യയിൽ പാരാമെഡിക്കൽ 217 സീറ്റുകളാണ് ഓൾ ഇന്ത്യയിലുള്ളത്. ജനറൽ കാറ്റഗറി ആസ് എ ടോട്ടൽ നമുക്ക് 511 സീറ്റ് ഉണ്ട്. ബാക്കി റിസർവേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതും ഒരു ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോണേഴ്സ് നഴ്സിംഗ് കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ, ഡൽഹിയിൽ
96ഓളം സീറ്റുകളുണ്ട്. ഋഷികേശിലും അതേപോലെ ജോധ്പൂരിലും മംഗലഗിരിയിലൊക്കെ 100 സീറ്റുകളോളം ഉണ്ട്. സോ ടോട്ടൽ ആസ് എ ടോട്ടൽ ഓഫ് എയിംസിലെ സീറ്റുകൾ എണ്ണം 1231 അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് നമ്മൾ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ്, എന്നാൽ നിങ്ങൾക്ക് എയിംസിലോട്ടൊക്കെ കയറി നഴ്സിംഗ് ഒക്കെയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ എൻട്രൻസ് എക്സാം എഴുതണം. കാരണം നമ്മുടെ നീറ്റിന്റെ സെയിം സിലബസ് തന്നെയാണ്, ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും വളരെ കുറവാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ഡ്യൂറേഷൻ ഓഫ് കോഴ്സസ് ആണ്. ഇപ്പൊ നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഡ്യൂറേഷൻ ഓഫ് കോഴ്സസ് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക് ആണെങ്കിൽ 2 വർഷമാണ്. അതേസമയം 9 എയിംസിലേക്കുള്ള ഹോണേഴ്സ് നഴ്സിംഗ് കോഴ്സ് ആണെങ്കിൽ 4 വർഷമാണ് കോഴ്സ് വരിക. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എക്സാം പാറ്റേൺ ആണ്. ഉറപ്പായിട്ടും എക്സാം പാറ്റേണും എലിജിബിലിറ്റി ക്രൈറ്റീരിയയുമാണ് നീറ്റിന്റെ സെയിം എലിജിബിലിറ്റി ക്രൈറ്റീരിയ തന്നെയാണ്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങളാണ് അവർ, ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങളാണ് ശ്രദ്ധിക്കുക. 55% മുകളിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾ എലിജിബിൾ ആവത്തുള്ളൂ. ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ അഗ്രിഗേറ്റ് ആണ് 55% എന്ന് പറയുന്നത്. ഇവരുടെ മൊത്തം അതായത് ടോട്ടൽ അഗ്രിഗേറ്റ് ആണ് ശരിക്കും 55% എന്ന് പറയുന്നത്. അങ്ങനെ എലിജിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം ടെസ്റ്റ് സെന്റർ ആണ്. എവിടെയൊക്കെയാണ് ടെസ്റ്റ് സെന്റർ ഉള്ളത്? അപ്പൊ ചോദിക്കാറുണ്ട്, എയിംസിന് നമ്മുടെ അടുത്ത നാട്ടിൽ ടെസ്റ്റ് സെന്റർ വരാറുണ്ടോ എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്താണ് ശരിക്കും എയിംസിന്റെ ടെസ്റ്റ് സെന്റർ ഉള്ളത്. ട്രിവാൻഡ്രത്തുണ്ട്. പിന്നെ ഇവിടെ അടുത്തെന്ന് പറയാൻ ബാംഗ്ലൂർ ആണുള്ളത്. ശരിക്കും കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം ടെസ്റ്റ് സെന്റർ ഉണ്ട്. KL01 ആണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. സോ അത് ശ്രദ്ധിക്കുക. പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ആണെങ്കിൽ ടെസ്റ്റ് സെന്റർ ഇല്ല. ശരിക്കും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നോക്കുക, എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ BSc ഹോണേഴ്സ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ BS ഹോണേഴ്സ് നഴ്സിംഗിന് ഓൾ മേജർ സിറ്റീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകളുടെ സിറ്റീസ് ഇവർ പറഞ്ഞു, ട്രിവാൻഡ്രത്തിന്റെ കാര്യം പറയുന്നുണ്ട്. പോസ്റ്റ് ബേസിക് കോഴ്സ് ആണെങ്കിൽ ഡൽഹി NCR റീജിയൻ, ദാറ്റ് ഈസ് എന്താണ് ഡൽഹിക്ക് ഇടയിൽ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ, ഫ്രണ്ടിയർ റീജിയനിൽ മാത്രമേ ശരിക്കും എന്ത് വരുന്നുള്ളൂ, നമ്മുടെ സെന്റേഴ്സ് വരുന്നുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കണം. രജിസ്ട്രേഷന്റെ സമയത്ത് ഒരു സെന്ററിനെ ചോദിക്കുന്ന കൊടുക്കാവുന്നതാണ്. ഇനിയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ NCERT +1+2 സിലബസ് തന്നെ. ഫിസിക്സ് കെമിസ്ട്രി നഴ്സിംഗ് ആണെങ്കിൽ BSc ഹോണേഴ്സ് നഴ്സിംഗ് ആണെങ്കിൽ 2 മണിക്കൂറിന്റെ ഒരു പേപ്പറാണ് ശരിക്കും നിങ്ങൾക്ക് എക്സാമിലുള്ളത്. ആ 2 മണിക്കൂറിന്റെ പേപ്പറിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജനറൽ നോളജ് ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ടോട്ടൽ 100 മാർക്കിനാണ്. സോ ഫിസിക്സിന് ടോട്ടൽ 30 മാർക്ക്, കെമിസ്ട്രി 30 മാർക്ക്, ബയോളജി 30 മാർക്ക്, ജനറൽ നോളജിന് 10 മാർക്ക്. അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. അതേസമയം പാരാമെഡിക്കൽ കോഴ്സുകളാണെങ്കിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മാത്സ് അറ്റൻഡ് ചെയ്യാം. ബയോളജി ഓർ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് ഒരു സെപ്പറേഷൻ ശരിക്കും നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദ കാൻഡിഡേറ്റ് മേ എയ്തർ അറ്റംപ്റ്റ് ബയോളജി ഓർ മാത്തമാറ്റിക്സ് പാർട്ട് എന്നാണ്. സോ എയിംസ് എൻട്രൻസ് എക്സാം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ നഴ്സിംഗ് എക്സാമും പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള എക്സാം ആണ്. അതേസമയം നമ്മൾ ജിപ്മറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രീ മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുച്ചേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കോ നഴ്സിംഗ് കോഴ്സുകളിലേക്കോ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഇല്ല. കംപ്ലീറ്റ്ലി നമ്മുടെ നീറ്റ് സ്കോറിന്റെ ബേസിലാണ്. അവിടെയും ഇതേപോലെ വളരെ വെറൈറ്റി ഓഫ് പാരാമെഡിക്കൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു 500 to 540 റേഞ്ച് കട്ട് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ സെക്യൂർ ചെയ്യാൻ പറ്റും, നഴ്സിംഗ് കോഴ്സുകളും ഒക്കെ സെക്യൂർ ചെയ്യാൻ പറ്റും. എയിംസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് എക്സാം എഴുതണം. അപ്പൊ ഇത് ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കോളേജുകൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഒരു ഫെസിലിറ്റീസും അതേപോലെ തന്നെ എക്സ്പോഷറും ഒക്കെ നിങ്ങൾക്ക് എയിംസിലും ജിപ്മറിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും നിങ്ങൾ കൈവിടരുത്. സോ മാക്സിമം താല്പര്യമുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ചെയ്യാത്തവരാണെങ്കിൽ ഏപ്രിലിന് മുമ്പ് തന്നെ, ഏപ്രിൽ മാസം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ നിങ്ങൾ ഏപ്രിൽ 4 വരെയാണ് ഒരു രജിസ്ട്രേഷൻ ക്ലോസിംഗ് സമയം പറയുന്നത്. അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കോഡ് ജനറേറ്റിംഗ് സമയം 12-ാം തീയതി വരെയാണ് പറയുന്നത്. അപ്പൊ അതിന് മുമ്പ് തന്നെ മാക്സിമം രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ നിർബന്ധമായി ചോദിക്കുക.